ഡോളർ കൊടുത്തുള്ള എണ്ണ വ്യാപാരത്തിന് ഇറാന്റെ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ചൈനീസ് യുവാൻ നൽകി മാത്രമുള്ള എണ്ണ വ്യാപാരം മാത്രമേ ഈ ഹോർമുസ് വഴി സാധ്യമാകൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇത് ഡോളറിൻ്റെ ഒരു അപ്രമാദിത്യം അത് ഇല്ലാതാക്കാനുള്ള നീക്കമാണോ? അങ്ങനെ വേണം കരുതേണ്ടത്. ഇറാൻ ഒരു ഭാഗത്തും അമേരിക്ക ഇസ്രായേൽ മറുഭാഗത്തുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 20 ദിവസമായി. അത് സൈനികമായ രീതിയിൽ നടക്കുന്ന, അതായത് ബോംബാക്രമണങ്ങളും മറ്റു രീതിയിലുള്ള ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന യുദ്ധം ഒരു ഭാഗത്ത്. പക്ഷേ യുദ്ധത്തിന് ഒരു സാമ്പത്തിക തലവും കൂടിയുണ്ട്. ആ സാമ്പത്തിക തലം ഉപയോഗിച്ച് അമേരിക്ക കീഴടക്കാനുള്ള ഒരു ഗൂഢനീക്കം അല്ലെങ്കിൽ ഒരു ആസൂത്രിത ശ്രമം ഇറാനും ചൈനയുമായി തുടങ്ങിക്കഴിഞ്ഞായിട്ടാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. അതായത് പിന്നെ ഇറാനിൽ നിന്നും മാത്രമല്ല, ഗൾഫിലെ മറ്റേത് രാജ്യത്ത് നിന്നാണെങ്കിലും ചൈനീസ് കറൻസിയായ യുവാൻ അല്ലെങ്കിൽ റിങ്കിറ്റ് കൊടുത്തിട്ട് പിന്നെ വാങ്ങിക്കുന്ന എണ്ണ ഈ ഹോർമുസ് ഉൾക്കടലിലൂടെ കടലിടുക്കിലൂടെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണ്. അതായത് അത്തരം ക്രൂഡ് ഓയിലുമായി വരുന്ന ടാങ്കറുകളുടെ മുകളിൽ ഒരു കൊടി വെക്കും. ആ കൊടി കണ്ടാൽ പിന്നെ ആ ടാങ്കറിനെ ആക്രമിക്കില്ല. അല്ലെങ്കിൽ അത്തരം കൊടിയുമായിട്ട് വരുന്ന ഒരു യുവാനിൽ കച്ചവടം നടത്തിക്കൊണ്ടുവരുന്ന പിന്നെ LPG ആവട്ടെ ഇറാൻ ആക്രമിക്കില്ല. ഇത് ഒരു വലിയ ഓഫറാണ്. ഇതിൽ മിക്ക രാജ്യങ്ങളും വീണു പോകാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ഡോളറിൽ തന്നെ പിന്നെ വാങ്ങണമെന്ന് ആർക്കാണ് ഇത്ര വലിയ നിർബന്ധം? അമേരിക്കയ്ക്ക് നിർബന്ധം കാണും, പക്ഷേ ലോകത്ത് വേറെ ആർക്കും നിർബന്ധമില്ല. ഇത് ഇങ്ങനെ ഒരു പുതിയ ആവാസ വ്യവസ്ഥ, അതായത് പിന്നെ എണ്ണ കച്ചവടത്തിൽ ഒരു പുതിയ സമ്പ്രദായം നിലവിൽ വന്നാൽ അത് ഡോളറിന്റെ ആധിപത്യം ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കും. കാരണം ഈ ഗൾഫിൽ നടക്കുന്ന എണ്ണ വ്യാപാരം മുഴുവൻ ചൈനീസ് കറൻസിയിലേക്ക് മാറുന്നു എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് വലിയ നഷ്ടമായിരിക്കും ഇത്. 1974 പിന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒരു തീരുമാനമെടുത്തത്. അതായത് ഇനി ഗൾഫിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യമാണെങ്കിലും അവരെ ഡോളറിൽ പേയ്മെന്റ് നടത്തണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അത് ആദ്യം എടുക്കുന്നത് അന്നത്തെ സൗദി രാജാവും പിന്നീട് ഒരു ഭാഗത്തും അമേരിക്കൻ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സണും കൂടെ ചേർന്നിട്ടാണ്. ഈ ബുദ്ധി, അമേരിക്കയുടെ ബുദ്ധിരാക്ഷസനും ലോകത്തിലെ ഡിപ്ലോമസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആധുനിക കാലത്തെ ഞാൻ പറയുന്നു ഹെൻറി കിസിഞ്ചർ കൂടെ ചേർന്നിട്ടാണ്. ഈ ഹെൻറി കിസിഞ്ചർ ആണ് ഇങ്ങനെ ഒരു ബുദ്ധി നിക്സൺ ഉപദേശിച്ചു കൊടുക്കുകയും ഡോളർ ശക്തിപ്പെടുത്തിടാൻ തുടങ്ങിയ അന്നോട്ടാണ്. കാരണം ഡോളർ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായി. കാരണം എണ്ണ വാങ്ങണമെങ്കിൽ ഡോളർ വേണം. അപ്പം ആദ്യം സൗദി തീരുമാനമെടുത്തു, അതിനുശേഷം ഇറാനി തീരുമാനമെടുത്തു. അന്ന് ഇറാനും അമേരിക്കയൊക്കെ തമ്മിൽ വലിയ സൗഹൃദമാണ്. പിന്നീട് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ആ തീരുമാനമെടുത്തു. അതിനെ തുടർന്ന് ലോകമെമ്പാടും ഡോളറിന് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ തുടങ്ങി. അമേരിക്ക ആവശ്യത്തിനധികം ഡോളർ പ്രിന്റ് ചെയ്ത് പുറത്തിറക്കാൻ തുടങ്ങി. അങ്ങനെ പ്രിന്റ് ചെയ്ത് ഇറക്കുന്ന ഡോളർ മുഴുവൻ ആവശ്യക്കാർ കാശ് കൊടുത്ത് പ്രീമിയത്തിൽ വാങ്ങിക്കാൻ തുടങ്ങി. ഡോളറിന്റെ മൂല്യം വർദ്ധിച്ചു. മറ്റു കറൻസികളുടെ മൂല്യം ഡോളറിന് താഴെയായി. കാരണം ഇന്ത്യൻ രൂപയോ ചൈനീസ് യുവാനോ അല്ലെങ്കിൽ ജാപ്പനീസ് കറൻസിയോ ഒന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ടത് ഡോളറാണ്. ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു, ലഭ്യത കുറവ്. അമേരിക്ക അത് അടിച്ചു കൂട്ടി. സാധാരണ ഇന്ത്യയെ വല്ലതുമാണ് ഇങ്ങനെ ചുമ്മാതെ നോട്ടടിച്ചു കൂട്ടുന്നതെങ്കിൽ ഭയങ്കര ഇൻഫ്ലേഷൻ വരും. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് ഇൻഫ്ലേഷൻ വരത്തില്ല. കാരണം ഈ അടിക്കുന്ന നോട്ട് അതിനേക്കാൾ വലിയ വിലയ്ക്ക് വാങ്ങിക്കാൻ വേറെ ആളുണ്ട്. അതായത് കുറഞ്ഞ വിലയ്ക്ക് കറൻസി അടിച്ച് കച്ചവടം നടത്തി അമേരിക്ക കാശുണ്ടാക്കി. അതിലെ പ്രീമിയം അമേരിക്കയ്ക്ക് കിട്ടി. അങ്ങനെ അമേരിക്കയുടെ സൈനിക ശക്തിയും വർദ്ധിച്ചു. അമേരിക്കയുടെ ലോകത്തിന്റെ സമ്പദ്ഘടനയിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിച്ചു. എണ്ണ വ്യാപാരത്തെ ഡോളർ ഉപയോഗിച്ച് അമേരിക്ക നിയന്ത്രിക്കാൻ. ഇത് ഗൾഫ് ഈ ഒരു പിന്നെ ഇതൊരു അടിമത്ത വ്യവസ്ഥയാണ്. എന്തുകൊണ്ട് അതാത് രാജ്യങ്ങളുടെ കറൻസിയിൽ അവർക്ക് സ്വീകരിച്ചുകൂടാ? അല്ലെ ഇപ്പം GCCയിലെ 6 രാജ്യങ്ങൾ അത് വേണ്ട, ഒപെക് രാജ്യങ്ങളുണ്ടല്ലോ, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അവരെല്ലാം കൂടെ ചേർന്നൊരു കോമൺ കറൻസി ഉണ്ടാക്കിയിരുന്നെങ്കിലും തീർച്ചയായിട്ടും ഈ ഗൾഫ് സമ്പദ്ഘടനയും അതുപോലെ പിന്നെ എണ്ണയെയും ഒരുപോലെ നിയന്ത്രിച്ചേനെ. പക്ഷെ ആ ബുദ്ധി അവർക്ക് തോന്നിയില്ല.
പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല. ഒരുപക്ഷെ അമേരിക്കയുടെ സൈനിക ശക്തി ആയിരിക്കാം. അങ്ങനെ ഗൾഫ് അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ഗൾഫിനെ മുഴുവൻ അമേരിക്ക ആക്രമിച്ച് നശിപ്പിച്ചേനെ. അമേരിക്കയെ നേരിടാനുള്ള ഒരു ശക്തിയും അന്ന് ഗൾഫിലില്ല. അതുകൊണ്ടായിരിക്കും അവർ അതിന് മുതിരായിരുന്നത്. അമേരിക്ക തോക്കിന്റെ കത്തി മുനയിൽ അവരെ നിർത്തി ഒപ്പിടിച്ചതായിരിക്കും. എന്തായാലും ശരി, ഇപ്പോൾ ഒരു മറു നീക്കവുമായിട്ടാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ, ഇത് 2 ദിവസമായി നിർദ്ദേശം വന്നിട്ട്, ഈ നിർദ്ദേശം പാലിക്കപ്പെടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ ഓരോ യുദ്ധവും ഓരോ ലക്ഷ്യത്തിനാണ്. ആ യുദ്ധം രാജ്യങ്ങൾ കീഴടക്കാനോ ഭൂമി പിടിച്ചെടുക്കാനോ മാത്രമല്ല, അത് സാമ്പത്തിക നേട്ടവും യുദ്ധത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഈ യുദ്ധം കഴിയുമ്പോൾ ഇതിൽ ഒരു സമാധാനം ഉണ്ടായാലും ഈ വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന കറൻസി ഡോളറിൽ നിന്നും ചൈനീസ് കറൻസിയിലേക്ക് മാറിയാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏതാണ്ട് ഒരു 30 ഒരു 40% പല രീതിയിൽ, ഞാനിപ്പം ഹോർമുസിലൂടെ കടക്കുന്നത് മാത്രമല്ല, കാരണം അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ മറ്റു ചില രാജ്യങ്ങളിലെങ്കിലും ചൈനീസ് കറൻസി ഒക്കെ സ്വീകരിക്കാൻ അവർ തയ്യാറായി തുടങ്ങും. ആകെ സ്ഥിതിഗതികൾ മാറും. അമേരിക്ക സമ്പദ്ഘടനയ്ക്ക് മേലുള്ള അമേരിക്കയുടെ പിടി അതോടെ ആയി. യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചാൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധിക്കില്ല. അതാണ് ഇപ്പോഴുള്ള ഈ ഒരു നീക്കം നടപ്പായാലുള്ള ഒരു പരിണതഫലം. ഇന്ത്യയെ പോലൊക്കെയുള്ള രാജ്യങ്ങൾക്കാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം, ഇടയ്ക്ക് ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിച്ചപ്പോൾ അത് രൂപയിൽ തന്നെയാണ് പേയ്മെന്റ് നടത്തിയത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇറാന് ഇന്ത്യയിൽ നിന്നും ധാരാളം അരി വാങ്ങിക്കുന്നുണ്ട്. ഇറാന്റെ ഭക്ഷണ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള അരി ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നായിരുന്നു ഇറക്കുമതി. അപ്പോൾ ഈ രൂപ ഇറാൻ ആവശ്യമുണ്ട്. എണ്ണ വിറ്റ് ഇന്ത്യ കൊടുക്കുന്ന രൂപ ആ രൂപ കൊണ്ട് ഇന്ത്യയിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയിരുന്നു നിലവിലുള്ളത്. പക്ഷേ യുവാനിലേക്ക് മാറുമ്പോഴേക്കും അതാകെ ഇന്ത്യയുമായിട്ടുള്ള രൂപ കച്ചവടം തുടരുകയും മറ്റു രാജ്യങ്ങൾ യുവാനിൽ നിന്ന് വാങ്ങിക്കുകയൊക്കെ കച്ചവടം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാമ്പത്തിക മാറ്റമായിരിക്കും ലോകത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ അമേരിക്ക ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കുന്നത്, യുദ്ധത്തിൽ തോറ്റാൽ പോലും അമേരിക്കയ്ക്ക് പ്രശ്നമില്ല. യുദ്ധത്തിൽ പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാക്കാതെ അമേരിക്ക അങ്ങ് പിൻവാങ്ങാതെ ട്രംപ് നാളെ പറയും, ഞാൻ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു, ഞാൻ 9ാമത്തെ യുദ്ധം നിർത്തിയിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായം അയാൾ പറയും. ന്യായം പറഞ്ഞിട്ട് പുള്ളി മുഖം രക്ഷിച്ച് തടിതെത്തും. പക്ഷേ ഡോളറിൽ നിന്ന് വ്യാപാരം മാറിയെങ്കിൽ അതിന് ട്രംപിന് പിന്നീട് ഒന്നുകിൽ ഇറാനെ ന്യൂക്ലിയർ ബോംബിട്ട് നശിപ്പിക്കുക, അതല്ലെങ്കിൽ അമേരിക്ക സർവ്വ ആയുധവും താഴെ വെച്ച് സാഷ്ടാംഗം ചൈനയുടെ മുന്നിൽ പ്രണമിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പല്ലും നഖവും ഉപയോഗിച്ച് അവസാനത്തെ തുള്ളി ചോര വരെ ട്രംപ് ഇതിനെതിരെ പോരാടും. ലോകം ചേരി തിരിയാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു വലിയ ബുദ്ധിപരമായ നീക്കമാണ്. ഏതൊരു ബുദ്ധിപരമായ നീക്കത്തിലൂടെ, ഹെൻറി കിസിഞ്ചറുടെ നീക്കത്തിലൂടെയാണ് അമേരിക്ക ഡോളറിന്റെ മൂല്യം ലോകത്തിൽ വർദ്ധിപ്പിച്ചതെങ്കിൽ, അതുപോലൊരു ബുദ്ധിപരമായ നീക്കമായിട്ട് ഇതും വരും കാലങ്ങളിൽ വിലയിരുത്തപ്പെടും. അങ്ങനെയുള്ളൊരു സംഭവമാണിത്. കാരണം ഹോർമുസ് കടലിലൂടെ സാധാരണഗതിയിൽ നമുക്ക് ഇതല്ലാതെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അത്ര എളുപ്പമല്ല. നമ്മൾ മുൻപുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോർമുസിന്റെ ഒരു ഭാഗം മുഴുവൻ ഇറാനാണ്, ഇറാന്റെ തീരപ്രദേശമാണ്. അവിടെ നിന്നും ഉള്ളിൽ നിന്നും ഏതെങ്കിലും ഒരു ഡ്രോണോ ഒരു മിസൈലോ 10 എണ്ണം വിടുന്നതിൽ 1 എണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലും മതി. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാകും. എണ്ണ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓയിൽ ടാങ്കറുകൾക്കോ അല്ലെങ്കിൽ കണ്ടെയ്നർ ഷിപ്പുകൾക്കോ ഒന്നും പിന്നീട് അതുവഴി പോകാൻ പറ്റില്ല. കാരണം ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കും, കപ്പലുടമകൾക്ക് ഇത് സാധ്യമല്ലാതാവും, അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് എന്തായാലും വരും ദിവസങ്ങളിൽ ഡോളറിനെതിരെയുള്ള വെല്ലുവിളികൾ കുറച്ചു നാളായിട്ട് പല ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. ബ്രിക്സ് ആണ് ആദ്യം ഉയർത്തത്, ഇപ്പോൾ ഇറാനും ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം.